ഞാൻ +2 പഠിച്ച സമയം തൊട്ട് +1 +2 പഠിക്കുന്ന സമയം തൊട്ട് ഫിലിം മേക്കിംഗ് ആയിരുന്നു ആഗ്രഹം. പാട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പാട്ട് പാടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു പ്രൊഫഷണൽ ലെവലിലൊന്നും പാടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാട്ട് പിന്നെ ദൈവം കൊണ്ടുത്തന്ന ഒരു ഒരു സംഗതിയായിരുന്നു. കരളെ കരളെ കഴിഞ്ഞ തൊട്ട് റെക്കോർഡിങ്സിന് ആളുകൾ വിളിക്കാൻ തുടങ്ങി. പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ വന്നു. സിനിമയോട് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ്, സൈക്കിളിൻ്റെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ അഭിനയത്തിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ലാണ്ട് ആണ് അപ്പോൾ ചെയ്യുന്നത്. ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം ഫിലിം മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് മകൻ്റെ അച്ഛൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ മലർവാടിയിലെത്തി. മലർവാടി കഴിഞ്ഞപ്പോൾ തട്ടത്തിൻ മറയത്തിൻ്റെ ആലോചന തുടങ്ങിയപ്പോൾ അത് എഴുതാൻ തുടങ്ങി. ഫിലിം മേക്കിംഗ് തന്നെയായിരുന്നു ചെയ്യാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഒരുപാട്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പരിമിതികളുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സമയത്തൊക്കെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ ക്ലാസിക്കലും ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചിട്ടുള്ള സിംഗേഴ്സ് പാടുന്ന പോലെ ചില സംഗതികൾ എനിക്ക് പാടാൻ പറ്റാറില്ല. അപ്പോൾ ലൈറ്റ് സോങ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പാടാൻ പറ്റും. അപ്പോൾ ചില സംഗതികളൊക്കെ പാടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ തുറന്ന് തന്നെ പറയണമല്ലോ. പിന്നെ ഈ 2007-2008 കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 2-3 റെക്കോർഡിങ്സ് മിനിമം എന്നൊക്കെ പറയുന്ന പോലെ, മൺഡേ ടു ഫ്രൈഡേ അത്, പിന്നെ സാറ്റർഡേ ആകുമ്പോൾ സ്റ്റേജ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഫുൾ ടൈം ഇത് തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ഒരു 3 പാട്ടിൽ കൂടുതലൊക്കെ നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കുറയാൻ തുടങ്ങും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കണ്ടിന്യൂസ് പാടുമ്പോൾ 4ാമത്തെ പാട്ടൊക്കെ വളരെ മെക്കാനിക്കലായിരിക്കും. ട്യൂൺ പഠിച്ച് പാടുക എന്നല്ലാതെ അതിൻ്റെ ഒരു ഫീലിലേക്ക് എത്താനോ ആ പാടുന്നത് എൻജോയ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് പാടുമ്പോൾ അങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ തന്നെ അതിനൊരു റുട്ടീൻ സ്വഭാവം വരുന്ന പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് മാത്രമേ എന്നെ പാട്ടിന് ആരെങ്കിലുമൊക്കെ വിളിക്കാറുള്ളൂ. അപ്പോൾ വിളിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അന്നോട്ട്, ഇപ്പോൾ പിന്നെ നാളെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നോട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങി നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് അവിടെ പോയി ആ പാട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് ആ മ്യൂസിക് ഡയറക്ടർ ക്യാപ്ചർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഫീലാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ബാക്കി എല്ലാത്തിനും ഇന്ന് സാങ്കേതിക സഹായങ്ങളുണ്ടല്ലോ. ഫീല് നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാവണമല്ലോ. ഇപ്പോൾ വിദ്യാസാഗർ സാറിനെ പോലെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ അവർ ആ ഫീല് ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഔസേപ്പച്ചൻ സാർ, അങ്ങനെ കുറേ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ജയേന്ദ്രൻ സാർ. ആ ഫീല് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പാടുമ്പോൾ നമുക്കത് കൃത്യം മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുമ്പോൾ അത് ഒരു റുട്ടീൻ സ്വഭാവം വരുവാണ്. പാട്ട് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. പിന്നെ പ്ലേ ബാക്കിൽ എനിക്കിപ്പോൾ ഞാൻ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. ബേസിക്കലി പാട്ട് പാടാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ കണക്റ്റഡ് അല്ല, ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലല്ല എന്നുള്ളത്. അത് എനിക്ക് എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ഒരു ഫോൺ കോൾ ഇടയിൽ വന്നാൽ പോലും നമ്മുടെ ഒരു തോട്ട് നമ്മൾ ഡിവേറ്റ് ആയിപ്പോവും. അപ്പോൾ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആൾക്കാരുമായിട്ടും വലിയ ബന്ധം ഉണ്ടാവില്ല. കല്യാണത്തിനൊന്നും ഞാൻ പോകാറില്ല, മര്യാദയ്ക്ക് ഷേവ് ചെയ്യാറ് പോലില്ല. അങ്ങനെ കുറേ പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും എനിക്ക്. അല്ലാത്ത സമയങ്ങളിൽ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. ഞാൻ പിന്നെ എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും, ചില മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ. അപ്പോൾ മെസ്സേജ് കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും, അങ്ങനെ പാടാറുണ്ട്. പക്ഷേ പഴയതുപോലെ പാടാനുള്ളൊരു സമയം ഈ സംഗതികളുള്ളത് കൊണ്ട് പറ്റാറില്ല. സത്യം പറഞ്ഞാൽ എഴുത്ത് എനിക്ക് എഴുതണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ എഴുതണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. കാരണം ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഇത് എഴുതി തീരുന്നവരെ
എഴുതി തീർന്ന് ആരെങ്കിലും വായിച്ചു നോക്കുന്നവരെ ഇത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തട്ടത്തിൻ മറയത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ 2010 നവംബറിലാണ് ഞാൻ ആദ്യത്തെ സീൻ എഴുതുന്നത്. 2011 ഡിസംബറിലാണ് എൻ്റെ അച്ഛൻ ഇത് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ അത്രയും ഇത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വർഷം നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അത് നല്ലതല്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് കിട്ടുന്നതെങ്കിൽ അത്രയും സമയം നമ്മൾ എഫേർട്ട് എടുത്തത് വെറുതെ ആവില്ലേ? അങ്ങനെ ഒരു 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 സംഗതി എഴുത്തിലുണ്ട്. എനിക്കെൻ്റെ എഴുത്ത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ ഞാൻ മിടുക്കനാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു ഔട്ട്സൈഡ് ഒപ്പീനിയൻ വന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. ഇപ്പോൾ അച്ഛനെ പോലെയുള്ള ആൾക്കാർ വായിക്കുമ്പോൾ, അച്ഛൻ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ വേറൊരാൾ എഴുതി തന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഈ പെയിൻ കുറച്ച് കുറയും. എനിക്ക് ഫിലിം മേക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ പിന്നെ ഞാൻ തന്നെ എഴുതേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് നിർബന്ധങ്ങളുണ്ട് എഴുത്തിൽ. ചില കാര്യങ്ങൾ എഴുത്തിൽ വരാൻ പാടില്ല എന്നുള്ള നിർബന്ധങ്ങളുണ്ട്, ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധങ്ങളുണ്ട്, ചില സാധനങ്ങൾ വരാൻ പാടില്ല, ചില എനിക്കിഷ്ടമല്ലാത്ത ചില പ്രയോഗങ്ങളുണ്ട്, അത് വരാൻ പാടില്ല. അപ്പോൾ ഞാനൊരു എഴുത്തുകാരനെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നിഷ്കർഷിക്കേണ്ടി വരും. ഇതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതേണ്ടി വരും. അച്ഛൻ എഴുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഒരിക്കലും സ്ക്രിപ്റ്റ് ചോദിക്കില്ല. കാരണം ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ കൂടെ, പ്രിയനങ്ങളും സത്യനങ്ങളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ ആണ് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തോ എന്നെക്കൊണ്ടത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഫിയർ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ എഴുതി തരികയാണെങ്കിൽ അത് അച്ഛൻ എഴുതുന്നതിനനുസരിച്ച് അതിനോട് നീതി പുലർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം, ആ ഇമോഷൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ അച്ഛനോട് അതിന് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കുകയില്ല. തുറന്നു പറയുന്നതാണ്. അത് എനിക്ക് ആ ഇമോഷൻസൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൺവേ ചെയ്തില്ലോ എങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ അച്ഛൻ ഇത് വായിക്കുമ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സംഗതി നമ്മുടെ ഒരു ഇതിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അച്ഛൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇതിലെ സീനുകൾ വരണം എന്നുള്ളൊരു ഒരു ടാർഗറ്റ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. കാരണം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം മലർവാടി ഞാൻ എഴുതിയ സമയത്ത് ഓരോ തവണയും അത് മാറ്റി എഴുതി ഒരുപാട് സമയമെടുത്തു അച്ഛന് ഞാൻ ചെയ്ത ഒരു എഴുത്ത് ഇഷ്ടപ്പെടാൻ. അപ്പോൾ ഇത്തവണ അതുകൊണ്ട് ഞാൻ കഥയൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ ഈ സീൻ, ഏതെങ്കിലും സീൻ ഇങ്ങനെ വായിക്കുമ്പോൾ അച്ഛൻ ഇതെങ്ങനെയായിരിക്കും ഇത് വായിക്കുക, അച്ഛൻ ഇതിലെന്തായിരിക്കും കാണുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഡയലോഗ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ഒരു സിനിമയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡെപ്ത് പലപ്പോഴും വർക്കാവുക അവരുടെ സംഭാഷണത്തിലാണ്. അവരുടെ സംഭാഷണത്തിലൂടെയാണ് നമുക്ക് അവർക്ക് എന്തുമാത്രം ആഴമുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ അവരെത്രമാത്രം ഈ തൊലിപ്പുറത്തോടെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുള്ളതോ, അവരുടെ ഷെയ്ഡ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്നാണല്ലോ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് അച്ഛൻ. സ്ക്രീൻ പ്ലേയുടെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടല്ലോ. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് എഴുതും, ഡിസ്ക്രിപ്ഷൻസ് ഞാൻ നന്നായിട്ട് എഴുതും. അത് അത്രത്തോളം ഡീറ്റെയിൽ നമ്മുടെ സീനുകളിലുണ്ടാവും. മാത്രമല്ല നമ്മൾ ഷൂട്ടിന് മുമ്പ് ആർട്ട് ഡയറക്ടർക്കും കോസ്റ്റ്യൂമർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻസ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും സബ്ജക്റ്റിന്. അപ്പോൾ അച്ഛൻ ഇത് വായിക്കാൻ പോകുന്നു എന്നുള്ളൊരു സംഗതി അതൊരു പ്രഷറായിരുന്നു എനിക്ക് എപ്പോഴും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രഷർ, അത് നല്ലതാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സീൻ തരക്കേടില്ലാണ്ട് വന്നപ്പോൾ നമുക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നാച്ചുറലി നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ. പല കാര്യങ്ങളോട് നമുക്ക് ചെറിയ കാര്യങ്ങളോട് നമുക്ക് അമർഷം ഉണ്ടാവും. നടക്കുന്ന കാര്യങ്ങളോട് പലരുടെയും ജീവിതം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും. എനിക്ക് ബേസിക്കായിട്ട് സാധാരണക്കാരുടെ ജീവിതം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്.
അത് ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ ചിലവാക്കിയിട്ട് ഒരാഴ്ച ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ഒരാഴ്ച മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ജീവിത രീതിയൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ലൈഫ് എനിക്കെപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് സാധാരണക്കാരെന്ന് പറയാൻ പറ്റില്ല അവരെ. അസാധാരണമായിട്ടുള്ളൊരു, കാരണം ഒരു രോഗം വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആശുപത്രി പോകണം, ബില്ല് അധികമായാൽ ആ മാസം എങ്ങനെ മാനേജ് ചെയ്യും? എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കറണ്ട് ബില്ല്, പച്ചക്കറി, അത് ഇത് മറ്റത് മറിച്ചത്, ഇതൊക്കെ കൂടെ ഒരു ചെറിയ വരുമാനത്തിൽ ഇതിനെയൊക്കെ മാനേജ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ധൈര്യമുള്ള ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസയെന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ചിലവായാൽ തന്നെ ഇൻസെക്യൂർ ആവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്ത് സ്ട്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ലൈഫിനോട് എപ്പോഴും എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് എനിക്കതിനോടൊരു ഫാസിനേഷൻ ഉള്ളത്. പിന്നെ നമ്മുടെ നാട്, ഞാൻ താമസിച്ച, നമ്മൾ പഠിച്ചു വളർന്ന സ്ഥലം, അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. അത് നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ പേര് എന്ന് പറയുന്നത് അതാണല്ലോ. അത് ഉണ്ട്, അതെപ്പോഴും ഉണ്ട്. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് നാളെ ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് ഞാനീ പറയുന്ന ആളുകളുടെ ഒരു സിറ്റുവേഷൻ എനിക്ക് വരികയാണെങ്കിൽ എനിക്കത് ഈ സാധാരണക്കാർ നമ്മൾ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മളൊക്കെ വളരെ സേഫായിട്ട് കാര്യങ്ങൾ കണ്ട് വളരെ നല്ല സൗകര്യത്തിലൊക്കെ ജീവിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്കതാണ്. എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു, പെട്രോളിന് വില കൂടി, അല്ലെങ്കിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ഒരു നിശ്ചിത വരുമാനം മാത്രമുള്ള ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് അതിനോടുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എത്രയോ പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ഫാസിനേറ്റിംഗ് സംഗതി തന്നെയാണ്. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരുപാട് ഐഡിയാസ് മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഫ്യൂച്ചറിലും ഐഡിയാസ് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് പല തോട്ട്സും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളെപ്പോഴെങ്കിലും സ്റ്റെയിലായി പോവോ എന്നുള്ളൊരു സംഗതി ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവോ? പല ഫിലിം മേക്കേഴ്സും ഒരു കാലം കഴിയുമ്പോൾ അവർ ചെയ്യുന്ന സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഒരു പോയിൻ്റ് എത്തുമ്പോൾ അവർ ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമകൾ അവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് സംഭവിക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി പോകും, നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവെയർ ആവാതെ അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ആയിപ്പോവോ? ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കും സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി എൻ്റെ തോട്ട് പ്രോസസ്സ് സ്റ്റെയിലാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കെപ്പോഴും ഡൗട്ട്സ് വരാറുണ്ട്. എനിക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചില സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ചില അക്കംപ്ലിഷ്മെൻറ്റ്സോ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ബിഹേവിയർ മാറാൻ പാടില്ല എന്നുള്ളൊരു ഒരു തീരുമാനമുണ്ട്. അത് അങ്ങനെ ഒരു തീരുമാനമുണ്ട് എനിക്ക്. കാരണം അത് എൻ്റെ ബിഹേവിയർ മാറിയാൽ, ഞാൻ ആളുകളോട് ഇടപെടുന്നത് മാറിയാൽ ഞാൻ മാറി. എനിക്ക് ഇന്ന് ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ സ്റ്റൈലായിട്ട് മാറും. ഞാനിപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, എൻ്റെ ലാസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് വരെ ചേട്ടാ ആ ഷോട്ട് നന്നായിട്ടില്ല എന്ന് പറയാനുള്ളൊരു സ്പേസ് എൻ്റെ അടുത്തുണ്ട്. ഇത് മാറിയിട്ട് ഞാൻ മുകളിലും ഇവർ താഴെയാവുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവും. എല്ലാവർക്കും ഫീഡ്ബാക്സും ആണല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ നാളെ ഒരു സബ്ജക്റ്റ് എഴുതി ഇവർക്ക് ആർക്കെങ്കിലും വായിച്ചു കൊടുക്കുമ്പോൾ അത് ഏതായാലും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, അപ്പോൾ അത് കറക്റ്റായിരിക്കും അവർ വിചാരിക്കാൻ തുടങ്ങും. നമ്മളെപ്പോഴും
ആളുകളുമായിട്ട് അവർക്ക് നമ്മുടെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ലെവലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് തുറന്നു പറയും. ആ തുറന്ന് പറയലുണ്ടായാലേ നമ്മൾ ഈ സ്റ്റെയിലാവാതിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ബേസിക്കലി എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയും നമ്മളങ്ങനെ താഴ്ത്തി കാണാൻ പാടില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു ബോധമുണ്ട് എനിക്ക്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള ആൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ എനിക്ക് സിനിമേനെ പറ്റി ചില കാര്യങ്ങൾ അറിയായിരിക്കും, എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്ക് സിനിമേനെ പറ്റി അത്രയും കാര്യങ്ങൾ അറിയില്ലായിരിക്കും. പക്ഷേ കൃഷിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിനെ പറ്റി അറിയായിരിക്കുമല്ലോ. അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ മുന്നിലുള്ള ആൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അന്നും ഇന്നും സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്നോട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്, എന്നോടിങ്ങനെ പറഞ്ഞു, പണത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത് നിർത്തുന്ന സമയം തൊട്ട് പണം നമ്മുടെ പിന്നാലെ വരാൻ തുടങ്ങും എന്ന് പറയും. അത് സത്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും അതിനോട് യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവും. പക്ഷെ അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കത് ഭയങ്കര ഗുണമാണ്. കാരണം നമ്മൾ പണത്തിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതാണെങ്കിൽ ഇത് നമ്മുടെ പിന്നാലെ വരിക തന്നെ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഏൺ ചെയ്യണം. അതിൻ്റെ പിന്നാലെ നമ്മൾ ഒരുപാട് അങ്ങ് പോകാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അച്ഛനുണ്ട്. അത് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. പിന്നെ സിനിമ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം. സിനിമയോട് സിൻസിയറിറ്റി ഇല്ലാതെ നമ്മൾ സിനിമ ചെയ്യാൻ പാടില്ല. സിനിമയുടെ റിസൾട്ട് എന്തായിരിക്കും നമുക്കറിയില്ല, പക്ഷേ സിൻസിയറിറ്റിയോട് കൂടിയിട്ടല്ലാണ്ട് നമ്മൾ സിനിമ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇച്ചിരി പൈസ വേണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലോ സിനിമകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയെ പറ്റിയിട്ട് ആളുകൾക്ക് ഇന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ ന്യൂ ജനറേഷൻ എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു സംഭവം, അങ്ങനൊരു സംഗതി ഇല്ല. സിനിമ എല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കും. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20-21 വയസ്സുള്ള ആൾക്കാരല്ലല്ലോ സിനിമ ചെയ്യുന്നത്. 36-37 വയസ്സുള്ള ആളുകൾ സിനിമ ചെയ്താലും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. ന്യൂ ജനറേഷൻ എന്നുള്ളത് കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുറേ കാലമായിട്ട് പ്രതിസന്ധി എന്ന് മാത്രം മലയാള സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടൊരു ശുഭപ്രതീക്ഷയുണ്ട്. തിയേറ്റർ ഓണേഴ്സ്, ഞാൻ ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും തിയേറ്റർ ഓണേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എത്രയോ പേര് നമ്മളെ വിളിച്ച് പടത്തിനെ പറ്റിയിട്ട് പറയുകയാണ്. ഇത് മലർവാടിയുടെ സമയത്ത് പോലും എനിക്ക് ഇത്രയും തിയേറ്റർ ഓണേഴ്സിൻ്റെയും ഒന്നും ഫീഡ്ബാക്ക്സ് വന്നിട്ടില്ല. ജനങ്ങളുടെ ഫീഡ്ബാക്ക് വരാറുണ്ട്, സിനിമയ്ക്കകത്തുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് വരാറുണ്ട്. അപ്പോൾ സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് വളരെ പ്രകടമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണല്ലോ തിയേറ്റർ ഉടമകളും അങ്ങനെയുള്ള ആൾക്കാരും വിളിക്കുന്നത്. അപ്പോൾ ആ ലെവൽ വരെ പുതിയ പരീക്ഷണങ്ങളെ ആളുകൾ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം ഓൾറെഡി 8-10 സിനിമകളോളം മലയാളത്തിൽ പ്രോഫിറ്റിലാണ്. ഇതിൽ 4-5 സിനിമകൾ നല്ല പ്രോഫിറ്റിലാണ്. അതിൽ 2 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്, ഓർഡിനറി, മായമോഹിനിയൊക്കെ. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ വർഷത്തിൽ 4 സിനിമകൾ മാത്രം പ്രോഫിറ്റ് ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ നിന്ന് ഒരു പകുതി അരക്കൊല്ലം ആകുമ്പോഴേക്കും 10 സിനിമയോളം പ്രോഫിറ്റ് ആകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിവിടെ കൊണ്ട് നിൽക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇത് ഇനിയും കൂടും. അതിന് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ വർക്ക് ചെയ്തിട്ടുള്ളൊരു ശീലമുണ്ട്, അതിലേ അവർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ പുതിയതായിട്ട് ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ ബൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുള്ളൂ എന്ന് പ്രൊഡ്യൂസർമാർ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് പ്രീ പ്രൊഡക്ഷനിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപയോളം അവിടെ ലാഭമാവും. അത് 25 ലക്ഷം എന്നുള്ളത് ഞാൻ വെറുതെ
പറഞ്ഞാണ് അത് എങ്ങനെ വേണമെങ്കിൽ മാറാം. കാരണം നമ്മൾ പലപ്പോഴും എഡിറ്റിംഗ് ടേബിളിൽ വരുന്ന ഒരു സിനിമയുടെ സ്ക്രീൻ ലെങ്ത് എന്ന് പറയുന്നത് 3.5 മണിക്കൂർ 3.25 മണിക്കൂറൊക്കെ ഉണ്ടാകും ചിലപ്പം പടം. നമ്മളങ്ങനെ പരത്തി എഴുതിയ ഇപ്പം മലർവാടിയൊക്കെ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് സിനിമയുടെ റണ്ണിങ് ടൈമിനെ പറ്റിയിട്ടൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ ഡ്രാഫ്റ്റ് മലർവാടി ഞാൻ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ 4 മണിക്കൂറുണ്ടാവും പടം. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ റിലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സിനിമ ഇപ്പോൾ അച്ഛൻ്റെയും ദിലീപേട്ടൻ്റെയൊക്കെ ഗൈഡൻസിലാണ് ഞാൻ മാറ്റി മാറ്റി എഴുതിയത്. അത് 2 മണിക്കൂർ 17 മിനിറ്റ് വന്നു. തട്ടത്തിന്മറയത്ത് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന തീരുമാനങ്ങളിലൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ റണ്ണിങ് ടൈം 2 മണിക്കൂറായിരിക്കണം എന്നുള്ളതാണ്. 2 മണിക്കൂർ 7 മിനിറ്റിനടുത്തുണ്ട് പടം. കറക്റ്റ് ലെങ്ത് എനിക്കറിയില്ല. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പാട്ടുകളുടെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു. സീനുകളുടെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സീൻ പോലും ഞാൻ ട്രിം ചെയ്ത് അങ്ങനെ ഒരു വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഓഫ് ദ ഫിലിം എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ സ്ക്രീൻ പ്ലേയിലാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ പലപ്പോഴും ബഡ്ജറ്റ് ഓഫ് ദ ഫിലിം എന്ന് പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ആലോചിക്കുന്നതാണ്. അപ്പം നമ്മളത് മാറ്റിയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ബഡ്ജറ്റ് ഓഫ് ദ ഫിലിമിനെ പറ്റിയും ഫിലിമിൻ്റെ റണ്ണിങ് ടൈമിനെ പറ്റിയും ആലോചിച്ചാൽ നല്ല കോസ്റ്റ് കുറയും. അപ്പോൾ കോസ്റ്റ് കുറയുന്നത് ലാഭത്തിലേക്കുള്ള ഒരിതാണല്ലോ. ഈ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആൾക്കാർക്ക് ശീലങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും മാറാൻ പറ്റില്ല. അപ്പോൾ അവർ വർക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യും. പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ ഭയങ്കരമായിട്ട് സക്സസിൻ്റെ എണ്ണം കൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഫസ്റ്റ് പടം ഇപ്പോൾ ദിലീപേട്ടൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ച് സ്ക്രിപ്റ്റ് നറേഷൻ കേട്ട് കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കേട്ടിട്ട് തന്നെ ദിലീപേട്ടൻ കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് അതായത് ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് ഇവ നന്നായിട്ട് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണല്ലോ. അല്ലാതെ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത വർക്കുകൾ ദിലീപേട്ടൻ കണ്ടിട്ടില്ല. ദിലീപേട്ടന് എൻ്റെ മ്യൂസിക് വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നു ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാണ്ട് അറിയില്ലല്ലോ. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഏൺ ചെയ്ത റെസ്പെക്റ്റാണ് അല്ല. സത്യം പറഞ്ഞാൽ ഏൺ ചെയ്യുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കുറച്ച് വർക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അത് അച്ഛനോടുള്ള ഒരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ട്. അത് തന്നെയാണ്. അത് എനിക്കതിൽ വളരെ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളങ്ങനെ ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കേണ്ട കാര്യമല്ലേ. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്ക് കൺഫ്യൂഷൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, അമ്മ, ഈ പറഞ്ഞ കുട്ടി, അവരെല്ലാവരും എന്നെ ഉപദേശിക്കാറുണ്ട്. ഇപ്പം അനുവാദത്തോടു കൂടിയിട്ടല്ലല്ലോ ആരും പ്രേമിക്കുന്നത്. പ്രേമിച്ചതിന് ശേഷം അച്ഛനോട് എനിക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ലായിരുന്നു. അച്ഛനോട് മാത്രം ഞാനിങ്ങനെ ഒരു ദിവസം ഫോൺ ചെയ്ത് പറഞ്ഞു. ഒരു ദിവസം ഞാനിങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആളുടെ പേര് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ആ കുട്ടിയല്ലേന്ന് ചോദിച്ചു. അച്ഛൻ ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾ മുമ്പ്, ഒരു 5 years ബാക്ക്. ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ് പല ആൾക്കാർക്കും, നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഇല്ലാണ്ട് വരാറുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ബ്രേക്കപ്സ് ഉണ്ടാകുന്നു, അടുത്ത റിലേഷൻഷിപ്പ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള ആളല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടും കാര്യമില്ല. 2 ആൾക്കാർക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഏത് ഘട്ടത്തിലാണെങ്കിലും യോജിച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ 2 പേരും കോംപ്രമൈസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് അത് കോംപ്രമൈസ് തന്നെയാണ്. പ്രണയത്തിൽ ഒരിക്കലും കോംപ്രമൈസ് പാടില്ല. പ്രണയത്തിൽ എപ്പോഴും പ്രണയം ഉണ്ടാവണം. അതില്ലാണ്ട് ഫീൽ ചെയ്യുമ്പോഴാണ് ആൾക്കാർ ബ്രേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾക്ക് കൃത്യമായ റൂൾസ് ലൈഫിലുണ്ടാവില്ല. ഇതിനൊക്കെ ഒരു എത്തിക്സും ഒരു മൊറാലിറ്റിയും അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിട്ടുള്ളതാണ്. എൻ്റെ
എൻ്റെ ഏറ്റവും വലിയ റൊമാൻറ്റിക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അഭിലാഷ് എന്ന് പറഞ്ഞിട്ട്. 7ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ അവൻ്റെ പ്രണയമാണ്. അവനിപ്പോൾ അന്ന് 7ാം ക്ലാസ്സിൽ അവൻ പ്രേമിച്ച പെൺകുട്ടീനെയാണ് ഇപ്പോൾ അവൻ കല്യാണം കഴിച്ച്, അവർ 2-3 വർഷമായി കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ അത്രയും കാലം അവർക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രേമിക്കുന്ന ആൾക്കാർ ഇല്ലാണ്ടൊന്നുമില്ല, ഉണ്ട്. പണ്ടത്തേനെ അപേക്ഷിച്ച് കുറവായിരിക്കും ചിലപ്പോൾ. നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത്, നമ്മൾ ആളുകളെ കാണുന്നത്, അതൊന്നും ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്. കാരണം അത് മാറിയാൽ വേറൊന്നും സംഭവിക്കില്ല. എൻ്റെ സിനിമയ്ക്ക് പിന്നെ ഡെപ്ത് ഇല്ലാണ്ടാവും, എനിക്ക് ആളുകളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നമ്മളെക്കാളും ഒരിക്കലും നമ്മുടെ ഈഗോ വളരാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ നമ്മുടെ അഡ്വാൻറ്റേജുമാണ്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡയലോഗ്സിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് കാണുമ്പോൾ ഒരുപാട് ഡയലോഗ്സിന് ആളുകൾ കൈയടിക്കുന്നുണ്ട്. അത് ഞാൻ നല്ല റൈറ്റർ ആയതുകൊണ്ടല്ല, ഞാൻ നല്ല റൈറ്റർ അല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ പോരായ്മകളാണ് നമ്മുടെ സ്ട്രെങ്ത്ത് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ടന് ഒരുപാട് പൊക്കമില്ല. ദിലീപേട്ടൻ എന്നോട് ഇന്ന് സംസാരിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു, വിനീത, എനിക്ക് പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഒരു കുഞ്ഞിക്കൂനോ ഒരു ചാന്തുകൂട്ടോ ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല പൊക്കമുള്ള ഒരാൾ അങ്ങനെ ഒരു റോള് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ പോരായ്മകളാണ് നമ്മുടെ സ്ട്രെങ്ത്ത്. ഇപ്പോൾ ലാലേട്ടൻ്റെ തോള് ചെരിഞ്ഞുള്ള ആ നടത്തം എന്ന് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഭംഗി. നമ്മുടെ പോരായ്മകളെ നമ്മൾ സ്നേഹിച്ചാൽ മതി. ഞാനങ്ങനെ അത്ര നല്ല നടനൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ശ്രമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചാപ്പാകുരിശിലൊക്കെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ഫിലിം മേക്കിങ്ങിനോടുള്ള ഒരു പാഷൻ എനിക്ക് ആക്ടിങ്ങിനോടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആക്ടിങ് ഞാൻ ചെയ്യുന്നത് എനിക്ക് സിനിമയോട് ഇഷ്ടമുള്ളതുകൊണ്ടും എനിക്ക് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അഭിനയിക്കില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി അതങ്ങ് നിർത്തും. ഫിലിം മേക്കിങ്ങിലോട്ട് തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ഫിലിം മേക്കിംഗ്, ഫിലിം പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, അതിൻ്റെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, നമുക്ക് സിനിമകൾ ഓൺ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്യണം. ഫിലിം മേക്കിങ്ങിൽ തന്നെ കൂടുതൽ കഥകൾ ഒരുപാട് പറയണം. ആക്ടിങ്ങിലുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്കിതാണ്. എനിക്ക് നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ പറ്റും. സമീർ തായറിൻ്റെ കൂടെയും ട്രാഫിക്കിലും ഒക്കെ രാജേഷ് പിള്ളയുടെയും സഞ്ജയ് ബോബി അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് തട്ടത്തിൻ മറയത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സമീർ കയുടെ കൂടെ പ്രത്യേകിച്ചും, സമീർ കയുടെ ഒരു ലുക്ക് ഓഫ് ദ ഫിലിം, എസ്തെറ്റിക്സ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനുള്ളൊരു കോൺസെൻട്രേഷൻ, അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടും. അതാണ് ആക്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. എനിക്ക് എന്നെ ഒരു ഫിലിം മേക്കറായിട്ടാണ് കാണാൻ ഏറ്റവും താല്പര്യം. വ്യക്തി, മകൻ, സിംഗർ, ആക്ടർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു 100% ആത്മാർത്ഥത കാണിക്കുന്നത് എൻ്റെ ഒരു ഫിലിമിനോടാണ്, ഫിലിം മേക്കിങ്ങിനോടാണ്. അപ്പോൾ ബാക്കി എല്ലാത്തിലും ആ ഒരു ആത്മാർത്ഥത വരണം. ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത നമ്മൾ ചെയ്യുന്ന സിനിമയോട് തന്നെയാണ്. ആ ഒരു ആത്മാർത്ഥത ബാക്കിയുള്ളതിലും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലത്.